കോഴിക്കോട് പടനിലത്തുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിലുണ്ടായിരുന്ന 2 പേരെ വാൻ ഇടിച്ചു തെറിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകട ദൃശ്യങ്ങൾ 24-ന് കിട്ടി. അഭിജിത്ത് മുഴക്കുന്ന ആ വാർത്തയുടെ വിവരങ്ങളും വച്ചിരുന്നു. അഭിജിത്ത്, ഈ വാഹനം ഓവർ സ്പീഡിലായിരുന്നു, അത് നിയന്ത്രണം വിട്ട് റോഡരികിൽ നിർത്തിയായിരുന്ന ബൈക്ക് യാത്രയുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറുന്ന വ്യക്തമായി തന്നെ ദൃശ്യങ്ങൾ കാണാമല്ലേ? സങ്കടകരമാണ്. തീർച്ചയായും ഹാഷ്മി, ഇന്ന് രാവിലെ നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണിത്. പടനിലത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. റോഡരികിൽ ഇരുചക്ര വാഹനം നിർത്തിയിട്ട് അതിൽ ഇരിക്കുകയായിരുന്നു 2 പേർ. അവർക്കിടയിലേക്കാണ് നിയന്ത്രണം വിട്ട ഒരു വാഹനം, പാഴ്സൽ വാഹനമാണ്, അത് പാഞ്ഞു കയറുന്നത്. ഇവർ തെറിച്ചു വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിലൊരാൾ ഈ ഇടിച്ച പാഴ്സൽ വാഹനത്തിന്റെ അടിയിലായി പോയിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടിയാണ് ഇവരെ 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. കൊടുവള്ളിയിലേക്ക് പോവുകയായിരുന്നു ഈ പാഴ്സൽ വാഹനം. അതിനിടയിലാണ് അവിടെ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിനടുത്തേക്ക് ഈ വാഹനം നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറുന്നത്. ഏതായാലും പരിക്ക് പറ്റിയവരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ പേര് വിവരങ്ങൾ അടക്കം നമുക്ക് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അഭിജിത്ത് മുഴക്കുന്നതാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയ. നേരത്തെ നമ്മൾ കണ്ടതാണ് ആ CCTV ദൃശ്യങ്ങൾ. വലിയ ഗുരുതരമായ അപകടമാണ്. പാലക്കാട് പടനിലത്തുണ്ടായ വാഹനാപകടമാണ്. 2 പേർക്കാണ് ഗുരുതര പരിക്ക്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലുണ്ടായിരുന്ന 2 പേരെ വാൻ ഇടിച്ച് തെറിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം ഉണ്ടായത്. ഇത് വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതെന്തോ ആണ്. ആ ദൃശ്യങ്ങൾ പക്ഷേ കാണാൻ പോലും കഴിയാത്ത ദൃശ്യങ്ങളാണ്. അഭിജിത്ത് മുഴക്കുന്നതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.